ഞാൻ ഡോക്ടർ ശാലിനി ഫ്രം ആരണ്യവേദ വെൽനസ്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ തുടങ്ങുന്നത് നെക്ക് പെയിൻ അഥവാ കഴുത്ത് വേദനയെക്കുറിച്ചാണ്. വളരെ കോമൺ ആയിട്ടുള്ള ഒരുപാട് പേര് സംസാരിച്ചിരിക്കുന്ന ഒരു വിഷയമാണിത്. പക്ഷേ ഇന്ന് നമുക്കിവിടെ വരുന്ന ഒരു ട്രീറ്റ്മെൻറ്റ് അല്ലെങ്കിൽ കേസസ് ആണെങ്കിലും ഒരു 80% കൂടുതൽ ആൾക്കാരും പറയുന്ന ഒരു സിംറ്റമാണ് കഴുത്ത് വേദന. അതുകൊണ്ടാണ് ഇന്ന് സംസാരിക്കാൻ ഈ ഒരു ടോപ്പിക്ക് തന്നെ എടുത്തത്. കാരണം ഇന്നത്തെ കാലഘട്ടം വെച്ച് നോക്കുമ്പോൾ വളരെയധികം പ്രാധാന്യം അർഹിക്കുന്ന ഒരു വിഷയം കൂടിയാണിത്. ഇനി എന്താണ് ഈ കഴുത്ത് വേദന? കഴുത്ത് വേദന എന്ന് പറയുമ്പോൾ എവിടെയാണ് നമുക്ക് ഈ വേദന ഫീൽ ചെയ്യുന്നത്? പ്രധാനമായിട്ടും കഴുത്തിൻ്റെ പുറകിൽ ഈ ഒരു ഭാഗത്ത് ഉണ്ടാകുന്ന ഒരു പെയിൻ ആയിരിക്കും പൊതുവേ ആൾക്കാർ പറയുക. ഈ വേദനയോടൊപ്പം തന്നെ പലർക്കും ഈ ഭാഗത്തൊരു സ്റ്റിഫ്നെസ് അഥവാ ഒരു മുറുക്കം പോലെയും ഇവിടെ ഒരു നീര് കെട്ടിക്കിടക്കുന്ന പോലെ നമുക്ക് തൊട്ട് നോക്കുമ്പോൾ തന്നെ അവിടെ ഒരു കല്ലിച്ച് കിടക്കുന്ന പോലെയും ഒക്കെ ഫീൽ ചെയ്യാറുണ്ട്. ഇനി അതൊരു ചെറിയ ശതമാനമെങ്കിലും ഒരു തരിപ്പ് കൂടെ പ്രസൻറ്റ് ചെയ്യാറുണ്ട്. അതായത് ഈ വേദന ഇവിടെ നിന്ന് താഴേക്ക് കയ്യിലേക്ക് ഇറങ്ങുന്നതായിട്ട് സെർവിക്കൽ റാഡിക്കുലോപ്പതി എന്ന് പറയുന്ന ഒരു കണ്ടീഷനിലേക്ക് പോകാറുണ്ട്. ആയുർവേദത്തിൽ നമുക്കതിനെ വിശ്വാജിയായിട്ടും പല കണ്ടീഷൻസായിട്ടൊക്കെ നമ്മൾ കോറിലേറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ അത് പ്രസൻറ്റ് ചെയ്യുന്നവരുണ്ട്. ആൻഡ് ഇൻ വെരി സിവിയർ കേസസ്, അതായത് പാരാലിസിസ് പോലെ കൈക്ക് ബലമില്ലാത്തൊരവസ്ഥ, എന്തെങ്കിലും ഒരു വസ്തു അവർ എടുക്കുമ്പോൾ അത് കയ്യിൽ നിന്ന് വീണു പോകുന്നത് പോലത്തെ അത്രയും കൈക്കൊരു സ്ട്രെങ്ത്, ആ ഒരു മസിൽ സ്ട്രെങ്ത് കുറയുന്ന അവസ്ഥ വരെ ഇതിൻ്റെ ഏറ്റവും പരമാവധി കേസുകളിൽ നമുക്ക് കാണാറുണ്ട്. എന്തുകൊണ്ടാണ് ഇത്രയും ഈ കേസസ് ഇവിടെ കൂടുന്നത് നോക്കുകയാണെങ്കിൽ മെയിനായിട്ടും ഇതൊരു ഒക്കുപ്പേഷൻ റിലേറ്റഡ് ആയിട്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അതായത് നമ്മുടെ IT-ക്കാർ, നമ്മുടെ സിസ്റ്റം ഏറ്റവും അധികം കൂടുതൽ നേരം യൂസ് ചെയ്യുന്ന ആൾക്കാരിൽ. ബട്ട് എല്ലാവർക്കും ഇത് വരുമോ? നോ. കാരണം ഒട്ടുമിക്ക IT-ക്കാർ മാത്രമല്ല, മിക്ക തൊഴിൽ മേഖലകളിലും സിസ്റ്റം രാവിലെ മുതൽ വൈകുന്നേരം വരെ യൂസ് ചെയ്യേണ്ട ഒരു ആവശ്യം വരുന്നുണ്ട്. പക്ഷെ അവർക്ക് എന്തുകൊണ്ടാണ് ഇത് കൂടുതൽ വരുന്നത്? ബിക്കോസ് അവരുടെ പൊസിഷനിലെ പ്രശ്നമാണ്, അല്ലെങ്കിൽ ആ പോസ്റ്റർ കറക്റ്റ് അല്ലാത്തത് കൊണ്ടുള്ള പ്രശ്നമാണ് കൂടുതലും. അപ്പോൾ ഇത് ഏറ്റവും കൂടുതൽ കാണുന്നത് നമ്മൾ IT-ക്കാരിലാണെന്ന് പറഞ്ഞു. അപ്പോൾ ഈ IT-ക്കാർ, ഈ വർക്ക് ഫ്രം ഹോം എടുക്കുന്ന ആൾക്കാർ മിക്കവാറും ഈ ഒരു പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്യാതെ എപ്പോഴും കിടന്നും, കട്ടിലിൽ കിടന്നും സോഫയിൽ കിടന്നും ഒക്കെ അവർ ലാപ്ടോപ്സ് യൂസ് ചെയ്യും. അപ്പോൾ ഈ യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഒരു വെർട്ടിബ്രൽ കോളത്തിൻ്റെ ഒരു പൊസിഷനിങ് കറക്റ്റ് ആയിരിക്കത്തില്ല. അവർ കുറച്ച് മുന്നോട്ട് കഴുത്താഞ്ഞിട്ട് അല്ലെങ്കിൽ നടു വളഞ്ഞിട്ട് അപ്പോഴത്തെ ഒരു കംഫർട്ട് സോണിന് വേണ്ടിയിട്ട് കൂടുതൽ ആൾക്കാരും അതായിരിക്കും ചെയ്യുന്നത്. ഇത് IT-ക്കാർ ഈ കിടക്കുന്ന ഇതിൽ മാത്രമല്ല കേട്ടോ, ഇതല്ലാതെ നമ്മൾ റെഗുലർലി വീട്ടിലിരുന്ന് TV കാണുന്ന ആൾക്കാരാണെങ്കിൽ പോലും നമ്മുടെ കഴുത്ത് നമ്മൾ സോഫയിൽ കിടക്കുമ്പോൾ വെക്കുന്ന പൊസിഷനൊന്നും കറക്റ്റ് ആയിരിക്കത്തില്ല. അത് ആ സമയം ആ വേദന അറിയില്ലെങ്കിലും ശ്രദ്ധിച്ചാൽ മതി, അന്ന് വൈകുന്നേരം നിങ്ങൾക്ക് ഈ ഭാഗത്ത് എന്തെങ്കിലും ഒരു പിടുത്തമോ എന്തെങ്കിലും വന്ന് ഫീൽ ചെയ്യുന്നതായിരിക്കും. IT-ക്കാർക്ക് പുറമെ ഇത് പിന്നെ ഒരു ചെറിയ ശതമാനമെങ്കിലും കണ്ടുവരുന്നത് ഡ്രൈവേഴ്സിലാണ്. കണ്ടിന്യൂസ്ലി ഡ്രൈവ് ചെയ്യുന്നത്, കാരണം അവർ ഈ കൈ എപ്പോഴും ഈ ഒരു സ്റ്റിയറിംഗിൽ ഈ ഒരു പൊസിഷനിൽ ഹോൾഡ് ചെയ്യുന്നുണ്ട്. ലോങ് റൂട്ട് ഓടുന്ന ഡ്രൈവേഴ്സിനും പിന്നെ ഹെവി ലോഡ് എടുക്കുന്ന അങ്ങനത്തെ തൊഴിലേർപ്പെടുന്ന ആൾക്കാർക്കാണ് ഈ കഴുത്ത് വേദനയ്ക്ക് ചാൻസ് കൂടുതലായിട്ട് വരുന്നത്. പിന്നെ നമ്മുടെ ഏജ് റിലേറ്റഡ് ആയിട്ടുള്ള വിയർ ആൻഡ് ടിയർ പ്രോബ്ലംസ് ഉണ്ട്. അത് സെർവിക്കൽ സ്പോണ്ടൈലിസിസ് പോലത്തെ ലക്ഷണങ്ങൾ, അത് പ്രായാധിക്യം കൊണ്ട് ഈ എല്ലിന് തേയ്മാനം ഉണ്ടായിട്ട് വരുന്ന അവസ്ഥയാണ്. പക്ഷെ നമ്മൾക്ക് പലർക്കും ഒരു മിഥ്യാധാരണയുണ്ട്, പ്രായമാകുമ്പോഴാണ് ഈ തേയ്മാനം വരുന്നതെന്ന്. ശരിക്കും ഈ വെർട്ടിബ്ര എന്ന് പറയുന്ന ആ എല്ലുകൾക്ക് ഒരു പക്ഷേ ഒരു 40-50 വയസ്സിലാവുമ്പോഴായിരിക്കും ഈ പ്രശ്നങ്ങൾ തുടങ്ങുന്നത്. പക്ഷെ അതിനിടയിൽ നമുക്കറിയാം വളരെ സോഫ്റ്റ് ആയിട്ടുള്ളൊരു സബ്സ്റ്റൻസ് ഉണ്ട്, ഡിസ്ക് എന്ന് പറയുന്ന ആ 2 വെർട്ടിബ്രയുടെ നടുക്കിരിക്കുന്ന ഒരു വസ്തു. അതെന്ന് പറയുന്നതിന് ഏജ് അല്ല, അതൊരു 20+ ഏജിൽ തന്നെ അതിന് ഡീജനറേഷൻ അല്ലെങ്കിൽ തേയ്മാനം സംഭവിക്കും. ആ തേയ്മാനത്തിലേക്ക് നമ്മൾ കാരണങ്ങൾ ഉണ്ടാക്കി കൊടുക്കുകയാണ്. അതായത് നമ്മൾ നേരെ നിൽക്കേണ്ട ഒന്ന് കഴുത്തിങ്ങനെ കണ്ടിന്യൂസ്ലി ചിരിച്ചു കൊടുക്കുമ്പോൾ അവിടെ ഉണ്ടാവുന്ന കണ്ടിന്യൂസ് ഫ്രിക്ഷൻ ഈ ഒരു തേയ്മാനത്തിനെ കൂട്ടുന്നതാണ്. പിന്നെ ഈ ഒരു സിസ്റ്റം പോലെ തന്നെ മറ്റൊരു വില്ലനാണ് നമ്മുടെ സ്മാർട്ട് ഫോൺസ്. അതായത് നിങ്ങൾക്ക് പലരും കേട്ടും ഒക്കെ പരിചയമുള്ളൊരു സിംറ്റം ആയിരിക്കും ഈ ഒരു ടെക്സ്റ്റ് നെക്ക് സിൻഡ്രോം അല്ലെങ്കിൽ ടെക് നെക്ക് എന്ന് പറയുന്ന, അതും അല്ലെങ്കിൽ സ്മാർട്ട് ഫോൺ സ്ലംപ് എന്നൊക്കെ നമ്മൾ ഇപ്പോൾ കോമൺലി പറയുന്ന ഒരു കാര്യം. അതായത് ഫോൺ യൂസ് ചെയ്യുന്ന പോസ്റ്ററിലെ പ്രശ്നങ്ങളാണിത്. നമുക്ക് പലർക്കും കാണാം, നമ്മൾ ഫോൺ ഇങ്ങനെയായിരിക്കും പിടിക്കുക. അതായത് നമ്മുടെ കഴുത്ത് എപ്പോഴും ഇതാണ് നമ്മുടെ ഒരു ന്യൂട്രൽ പൊസിഷൻ എന്ന് പറയുന്നത്. നമ്മുടെ തലയ്ക്ക് ഏകദേശം ഒരു 5 കിലോയോളം വെയിറ്റ് ഉണ്ട്.
ഈ വെയിറ്റിനെ നമ്മൾ താങ്ങുന്ന നമ്മുടെ ഈ കഴുത്തും ഈ ബാക്കിലൊരു 7 വെർട്ടിബ്ര ചേരുന്ന ഒരു സെർവൈക്കൽ വെർട്ടിബ്ര എന്ന് പറയുന്ന ഈ ഒരു കഴുത്തിലെ ബാക്കിലുള്ള എല്ലുകളാണ്. അതിൻ്റെ മാക്സിമം അതിനെ ഹോൾഡ് ചെയ്യാൻ പറ്റുന്നത് ഈ ഒരു 5 kgs ആണ്. പക്ഷെ നമ്മളെല്ലാവരും ഫോൺ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ തല ജസ്റ്റ് ഒന്ന് ടിൽറ്റ് ചെയ്തിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതിൽ നമ്മളൊരു 15 ഡിഗ്രി ടിൽറ്റ് ചെയ്യുമ്പോൾ തന്നെ ഈ ഹെഡിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് ഇരട്ടിയാവുകയാണ്. അതായത് ഒരു 10 കിലോ 10 കിലോസോളം നമ്മൾ നമ്മുടെ ഈ ഒരു സ്ഥലത്തേക്ക് പ്രഷർ അല്ലെങ്കിൽ വെയിറ്റ് എക്സേർട്ട് ചെയ്യുവാണ്. അത് ചിലർ ഒരു 45 ഡിഗ്രിയെങ്കിലും നമ്മൾ കുറച്ചും കൂടെ ഫോൺ ഒന്നും കൂടെ നമ്മൾ താഴ്ത്തി പിടിക്കുകയാണെങ്കിൽ നമ്മൾ കഴുത്ത് ഒന്നും കൂടെ താഴോട്ട് ചിരിക്കും. അപ്പോൾ അതിൻ്റെ ഇരട്ടി വെയിറ്റ് ആണ്. ഒരു 20 കിലോ അടുത്താണ് നമ്മൾ താഴേക്ക് പ്രഷർ കൊടുക്കുന്നത്. ഈ വെയിറ്റ് നമ്മൾ അറിയുന്നില്ല. പക്ഷേ ഡേ ടു ഡേ ഇതൊരു ശീലമായി കഴിയുമ്പോൾ ഈ സിംറ്റം വല്ലാണ്ട് കൂടും. ചിലപ്പോൾ നമ്മൾ വീട്ടിൽ അമ്മമാരൊക്കെ വഴക്ക് പറയുന്ന കേൾക്കാം, അവൻ ഫോണിൽ കുമ്പിട്ട് കിടക്കുവാണെന്ന്. ഈ കുമ്പിട്ട് കിടക്കുമ്പോൾ പിന്നെ നമ്മൾ 3 ഇരട്ടി, അതായത് 30 കിലോയോളം അടുത്ത് വെയിറ്റ് നമ്മൾ ഇവിടേക്ക് എക്സേർട്ട് ചെയ്യുന്നുണ്ട്. പലർക്കും ഇവിടെ ഒരു ഈ സ്മാർട്ട് ഫോൺ സ്ലംപ് എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ കഴുത്തിൻ്റെ ബാക്കിൽ ചെറിയൊരു ഇപ്പം നമുക്ക് കൂനെന്ന് പറയാൻ പറ്റില്ല, ബട്ട് അതിനോട് സിമിലർ ആയിട്ടുള്ള ഒരു തടിപ്പ് പോലെ ചിലരുടെ കഴുത്തിൻ്റെ പുറകിൽ കാണാം. അത് ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. അത് ഫോൺ വല്ലാണ്ട് യൂസ് ചെയ്യുന്ന ആൾക്കാരിൽ കാണുന്ന ഒരു സിംറ്റമാണ്. അപ്പം ഇതിൻ്റെ എല്ലാം മെയിൻ ഒരു കാര്യം എന്ന് പറയുന്നത് പോസ്റ്റർ കറക്ഷനാണ്. ഇതിൽ ഈ ഒരു സിംറ്റംസ് ഉള്ള കുറച്ച് ആൾക്കാർക്ക് ഒരു ഹെഡേക്കും കൂടെ നമുക്ക് കാണാൻ പറ്റും. ഈ തലവേദന എന്ന് പറയുന്നത് പലപ്പോഴും പലരും മൈഗ്രെയിൻ ആയിട്ട് തെറ്റിദ്ധരിക്കുന്ന ഒരു കാര്യമാണ്. എനിക്ക് മൈഗ്രെയിൻ ആണെന്ന് പറഞ്ഞിട്ടായിരിക്കും പേഷ്യൻ്റ് നമ്മുടെ അടുത്ത് വരിക. ബട്ട് ആക്ച്വലി അത് മൈഗ്രെയിൻ ആണോ? മൈഗ്രെയിൻ്റെ തലവേദനകൾ പല തരത്തിലുണ്ട്. തലവേദനയുടെ റീസൺസും പലതാണ്. ചെറുത് മുതൽ വലുത് വരെ പല കാരണങ്ങളുണ്ട്. പക്ഷേ ഈ ഒരു നെക്ക് പെയിൻ അസോസിയേറ്റഡ് ആയിട്ട് ഉള്ളവർക്ക് മിക്കവാറും നമ്മൾ കാണുന്ന ടെൻഷൻ ഹെഡേക്ക് എന്ന് പറയുന്ന വെറൈറ്റിയാണ്. അതായത് കഴുത്തിൻ്റെ പുറകിൽ ഒരു വലിഞ്ഞ ഒരു വേദന, അല്ലെങ്കിൽ നമുക്ക് തലയ്ക്ക് ചുറ്റും എന്തോ കെട്ടിവെച്ച് ഒരു വലിഞ്ഞു മുറുകിയ ഒരു വേദന. ഇത് രണ്ടുമാണ് ഈ ടെൻഷൻ ഹെഡേക്സിൻ്റെ പ്രധാന ലക്ഷണങ്ങൾ. അത് ഈ നെക്ക് പെയിൻ അസോസിയേറ്റഡ് ആയിട്ടാണ് നിങ്ങൾക്കുള്ളതെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ റീസൺസ്, ഇതിന് പുറകിൽ ഞാൻ ഈ പറഞ്ഞ ഏതെങ്കിലും കാരണം നിങ്ങൾക്കുണ്ടോ എന്നുള്ളത് ഒന്ന് ചെക്ക് ചെയ്യണം. ഇനി ഇത് കൂടാതെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട്, എന്നാൽ നമ്മളെല്ലാവരും വളരെ തള്ളിക്കളയുന്ന ഒരു കാര്യമാണ് സ്ട്രെസ്. സ്ട്രെസ് ഈസ് വെരി മച്ച് റിലേറ്റഡ് ടു നെക്ക് പെയിൻ. ഈ ഒരു ഹെഡേക്കും ഈ ഒരു നെക്ക് പെയിനും ഒക്കെ ഒരു പ്രധാന കാരണം സ്ട്രെസ്സാണ്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എങ്ങനെയാണോ ഓരോ പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കുന്നത്, അതുപോലെ തന്നെയാണ് നമ്മുടെ ബോഡിയും ഏകദേശം റെസ്പോണ്ട് ചെയ്യുക. അതായത് നമുക്കൊരു സ്ട്രെസ്സ് വരുമ്പം നമ്മുടെ ബോഡി ഓട്ടോമാറ്റിക്കലി ഒരു ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് റെസ്പോൺസിലേക്ക് പോവുകയാണ്. അതായത് ഒന്നെങ്കിൽ അതിൽ നിന്ന് രക്ഷപ്പെടുക, അല്ലെങ്കിൽ തിരിച്ച് ഫൈറ്റ് ചെയ്യുക. ബോഡി അതിലേക്ക് ഓട്ടോമാറ്റിക്കലി അഡാപ്റ്റ് ആവും. അപ്പോൾ ഈ ഒരു സ്ട്രെസ്സ് നമുക്ക് ഓട്ടോമാറ്റിക്കലി വരുമ്പം അത് നമ്മുടെ ബോഡിയിലെ മസിൽസിനെ എല്ലാം ബാധിക്കും. ഈ മസിൽസ് എസ്പെഷ്യലി നമ്മുടെ ഈ കഴുത്തിലെ മസിൽസിനെയാണ് അത് ബാധിക്കുക. അപ്പോൾ ഇവിടുത്തെ ഈ ഒരു സ്റ്റിഫ്നെസ്സും പെയിനും കൂടും. മസിൽസ് ഓട്ടോമാറ്റിക്കലി മസിൽ ടെൻഷൻ എന്ന് പറയും. മസിൽ ടെൻഷൻ കൂടും. അതായത് സ്ട്രെസ്സ് വരുമ്പോൾ നമുക്ക് എങ്ങനെ ടെൻഷൻ കൂടുന്നോ അതുപോലെ മസിലിൻ്റെ ടെൻഷൻ കൂടും. അപ്പം മസിൽസിലേക്കുള്ള ബ്ലഡ് ഫ്ലോ കുറയുന്നു. അപ്പോൾ ബ്ലഡ് ഫ്ലോ കുറയുമ്പോൾ ഓട്ടോമാറ്റിക്കലി അവിടെ നോർമലി സംഭവിക്കേണ്ട കാര്യങ്ങളില്ലാതെ സ്റ്റിഫ്നെസ് കൂടുകയും അത് പെയിനിലേക്ക് കൂടുകയും ചെയ്യും. ഇതും നിങ്ങളൊന്ന് നോട്ട് ചെയ്തോളൂ. നിങ്ങൾക്ക് കഴുത്ത് വേദന കൂടുന്നത് നിങ്ങൾക്ക് സ്ട്രെസ്സ് കൂടുമ്പോഴാണോ എന്നൊന്ന് ശ്രദ്ധിക്കുക. മിക്കവാറും ആൾക്കാരുടെ ഉത്തരം എസ് എന്ന് തന്നെയായിരിക്കും. സോ ഇത്രയും കാരണങ്ങളാണ് ഇതിന് പുറകിൽ നമ്മൾ പറയുന്നത്. അപ്പം നമുക്ക് കാരണം കണ്ടെത്തി കഴിഞ്ഞാൽ പിന്നെ അതിനുള്ള സൊല്യൂഷൻ കണ്ടുപിടിക്കാനും എളുപ്പമാണ്. അപ്പം മെയിൻലി IT-ക്കാർ ആണെങ്കിൽ നിങ്ങൾ എർഗോണോമിക്സ് എന്ന് പറയുന്നത്, അതായത് നമ്മുടെ പലപ്പോഴും പല പ്രശ്നങ്ങളും പലരുടെയും തൊഴിൽ ബന്ധപ്പെട്ടിട്ടായിരിക്കും. ഇപ്പോൾ ഒരു ഫാമിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാണെങ്കിൽ ഒരു ആസ്മ അല്ലെങ്കിൽ അയാളുടെ അലർജറ്റിക് ആയിട്ടുള്ള പ്രശ്നങ്ങളായിരിക്കും അയാൾക്കുള്ളത്. അപ്പോൾ അയാൾക്ക് ഒരിക്കലും ആ ജോലി ഉപേക്ഷിക്കാൻ പറ്റത്തില്ല. പക്ഷേ അയാൾക്ക് ചെയ്യാൻ കഴിയുന്നത് അയാളൊരു മാസ്ക് വെക്കുക, ഇങ്ങനത്തെ കാര്യങ്ങളുമായിട്ട് ഇടപഴകുമ്പോൾ അതിന് വേണ്ട പ്രിക്വേഷൻസ് എടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതുപോലെ തന്നെ IT-ക്കാർക്ക് നിങ്ങൾക്ക് ഒരിക്കലും ജോലി കളയണമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ നിങ്ങൾ എപ്പോഴും നിങ്ങളുടെ ആ എർഗോണോമിക്സ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇപ്പോൾ ഡീൽ ചെയ്യുന്നത്. എന്ന് വെച്ചാൽ നമ്മുടെ വർക്ക് പ്ലേസിൽ നമ്മുടെ വർക്ക് എന്താണോ അതിനനുസൃതമായി നമ്മുടെ ലൈഫ് സ്റ്റൈലും നമ്മുടെ കാര്യങ്ങളും ക്രമീകരിക്കുക എന്ന് പറയുന്നതാണ്. സോ നിങ്ങളുടെ കറക്റ്റായിട്ടുള്ള നിങ്ങളൊരു ചെയർ കണ്ടുപിടിക്കുക. നിങ്ങളുടെ ഈ ഒരു ടേബിൾ ആണെങ്കിലും നിങ്ങളുടെ എൽബോ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ നിങ്ങൾ മോണിറ്ററും സിസ്റ്റവും കീപ്പ് ചെയ്യാൻ ശ്രമിക്കാം. എപ്പോഴും നിങ്ങളുടെ മോണിറ്റർ നിങ്ങളുടെ ഐ ലെവലിലായിരിക്കണം. നിങ്ങളുടെ കഴുത്ത് താഴ്ന്നു പോകാതെ കഴുത്ത് സ്ട്രെയിറ്റ് ആയിരുന്നുകൊണ്ട് തന്നെ. നിങ്ങൾക്ക് പലപ്പോഴും നടുവേദന ഉള്ള ആൾക്കാർ നടുവിന് സപ്പോർട്ട് കൊടുക്കാനുള്ള കുഷൻസും ബാക്കിയെല്ലാം സെറ്റ് ചെയ്യും. അപ്പോഴും നിങ്ങൾ കഴുത്ത് വിട്ടുപോകും. കഴുത്തിന് നിങ്ങൾ വേറെ എന്തെങ്കിലും ഒരു കോളർ പോലെ എന്തെങ്കിലും വെച്ചിട്ട് വീണ്ടും ഈ സെയിം ആണ് ചെയ്യുന്നത്.
അത് ചെയ്യാതെ ഈ ഒരു ന്യൂട്രൽ പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് എൽബോയ്ക്ക് സപ്പോർട്ട് കൊടുത്തുകൊണ്ട് സിസ്റ്റം യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക. സ്മാർട്ട് ഫോൺസ് യൂസ് ചെയ്യുന്നവർ കിടന്നും ഇരുന്നും ഒക്കെ ചെയ്യാതെ തല ഉയർത്തിപ്പിടിച്ച്, എപ്പോഴും തല ഉയർത്തിപ്പിടിച്ചൊരു ജീവിതമായിരിക്കട്ടെ നമുക്ക് മുന്നോട്ടുണ്ടാവുന്നത്. തല താഴ്ത്തേണ്ട ആവശ്യം നമ്മുടെ ജീവിതത്തിലും നമ്മുടെ ശരീരത്തിനും ഇല്ല എന്ന് മനസ്സിലാക്കുക. പിന്നെ നമ്മുടെ ആയുർവേദത്തിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അതിൽ മെയിനായിട്ട് നമ്മൾ മസാജസ്, ഹെഡ് മസാജ്, ഇപ്പം നമ്മുടെ അരണ്യവേദയിലാണെങ്കിൽ നമ്മളൊരു ഹെഡ് മസാജ് കൊടുക്കുമ്പോൾ നെക്ക് ഷോൾഡർ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള മസാജാണ് ചെയ്യുക. സോ നമുക്ക് ഈ ടെൻഡർ പോയിൻറ്റ്സ് എല്ലാം ഫൈൻഡ് ഔട്ട് ചെയ്ത് അതിന് ഒരു മസാജ് കൊടുക്കുമ്പോൾ അവിടത്തേക്കുള്ള ബ്ലഡ് ഫ്ലോ കൂടുകയും അതുവഴി അവിടത്തൊക്കെയുള്ള സ്റ്റിഫ്നെസ്സും പെയിനും ഒരു പരിധി വരെയൊക്കെ നമുക്ക് ചേഞ്ച് ചെയ്യാം. അതുപോലെ യോഗ, മെഡിറ്റേഷൻ, ബ്രീത്തിങ് എക്സസൈസസ് ഇതൊക്കെ നിങ്ങളെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. സോ ഈ ഒരു പോസ്റ്റർ കറക്ഷനും ഇങ്ങനത്തെ കാര്യങ്ങളും, അതുപോലെ നിങ്ങൾ ഉറങ്ങുന്നത്, നിങ്ങളുടെ ഉറക്കം നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക, കൃത്യമായി ബ്രേക്സ് എടുക്കുക. നിങ്ങളുടെ വർക്ക് ടൈമിൽ നിങ്ങൾ വർക്ക് ചെയ്യുന്നതിനൊപ്പം നിങ്ങളൊരു കുറച്ച് നേരം, നമ്മൾ ഈ ഒരു ന്യൂട്രൽ പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്തു എന്ന് കരുതി രാവിലെ മുതൽ വൈകുന്നേരം വരെ 8 hours കണ്ടിന്യൂസ്ലി ഇത് ചെയ്യാതിരിക്കുക. ഇടയ്ക്ക് നിങ്ങളൊന്ന് ബ്രേക്ക് എടുത്ത് ഒന്ന് നടന്നോ ഇരുന്നോ വരിക. കാരണം എപ്പോഴും ഒരു മൂവ്മെൻ്റ് ആണ് നമ്മുടെ ബോഡിയിൽ സർക്കുലേഷൻ കൂട്ടാൻ ഹെൽപ്പ് ചെയ്യുക. ഈ സർക്കുലേഷൻ പ്രോപ്പർലി നടക്കുമ്പോഴാണ് നമ്മുടെ ബോഡിയിൽ ഇൻഫ്ലമേറ്ററി ചേഞ്ചസ് ഒന്നും വരാതെ ഒരു ഹെൽത്തി ആയിട്ടുള്ളൊരു ബോഡി നമുക്ക് കീപ്പ് ചെയ്യാൻ പറ്റും. സോ ഉറപ്പായിട്ടും സ്ട്രെച്ചിങ് എക്സസൈസുകളും നെക്ക് എക്സസൈസൊക്കെ ഇടയ്ക്ക് ഒന്ന് ചെയ്യുക. ഇതുപോലൊരു ആയുർവേദ സെൻറ്റേഴ്സ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അവിടെ പോയിട്ട് ഡോക്ടറെ കൺസൾട്ട് ചെയ്ത് ഇടയ്ക്കൊരു പ്രൊഫഷണലായിട്ടുള്ള മസാജ് എടുക്കുക. ചുമ്മാ തിരുമ്മലല്ല, അതിനും ഓരോ പോയിൻറ്റ്സും പ്രഷർ പോയിൻറ്റ്സും ഒക്കെ കറക്റ്റായിട്ടുണ്ട്, അത് തന്നെ ചെയ്യുക. ഫിസിയോതെറാപ്പി പോലത്തെ കാര്യങ്ങൾ വേണമെങ്കിൽ അത് നിങ്ങൾക്ക് എടുക്കാം. അതുപോലെ കിടക്കുമ്പോൾ പില്ലോ, നിങ്ങളുടെ ഒരു കിടക്കുന്ന സമയത്ത് പില്ലോ വല്ലാണ്ട് ഉയർന്നു പോകാതിരിക്കുക. നിങ്ങളുടെ ബോഡിയായിട്ട് ഒരു സെയിം ഹൈറ്റിൽ വരുന്ന ഒരു പില്ലോസ് യൂസ് ചെയ്യുക. വല്ലാണ്ട് തല ഇങ്ങനെ പൊക്കി വെച്ചുകൊണ്ട് നമ്മൾ കിടക്കുകയാണെങ്കിൽ അതും നമ്മുടെ കഴുത്തുവേദന, രാവിലെ എണീക്കുമ്പോൾ നമുക്കറിയാൻ പറ്റും കഴുത്തുവേദന ഉണ്ടാവും. അതുപോലെ വൈകുന്നേരം തല നനയ്ക്കുന്ന ശീലമൊക്കെ ഉണ്ടെങ്കിൽ അത് മാക്സിമം ഒഴിവാക്കുക. തലനീരിറങ്ങി നമുക്ക് പെയിൻ വരാനുള്ള ചാൻസും ഉണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ച് തല ഉയർത്തിപ്പിടിച്ച് ജീവിക്കുക. താങ്ക് യു.